wish you a blessed and happy 75th Independence Day celebration of our great nation, India. ഇന്ന് നമ്മുടെ മഹത്തായ ഭാരതദേശത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനമാണ്. നിങ്ങൾക്കേവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. Independence is something marvelous because it is both deliverance as well as receiving the inheritance for oneself and for the nation. ഒരു വ്യക്തിക്കും രാജ്യത്തിനും തങ്ങളുടെ പൂർവാർജിതമായ സമ്പത്തും അവകാശവും സ്വാതന്ത്ര്യവും തിരികെ ലഭിക്കുക എന്നതാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നാൽ അത്ഭുതകരമായ ഒരു അനുഗ്രഹമാണ്. And as we celebrate the 75th independence of our nation this year, we believe there is going to be deliverance from all the bondages even in our lives. ഈ വർഷം നമ്മുടെ രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ സകല ബന്ധനങ്ങളിൽ നിന്നും നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ബന്ധനങ്ങളിൽ നിന്നും ഒരു വിടുതൽ ഉണ്ടാകുവാൻ പോകുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Along with that, the inheritance which comes from the deliverance from bondages also will come. അതോടൊപ്പം ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിലൂടെ വരുന്ന പൂർവാർജിത സ്വത്തും അവകാശവും നമ്മെ തേടി വരും. That's why David says in Psalm 16:5, Lord, you are the portion of my inheritance and my cup. അതുകൊണ്ടാണ് സങ്കീർത്തനം 16:5 എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവ ആകുന്നു എന്ന് ദാവീദ് പറയുന്നത്. You maintain my lot. കർത്താവേ, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. Whenever we say, Lord, you are my everything, Lord, come and live inside me. കർത്താവേ, അങ്ങ് എനിക്ക് എല്ലാമാണ്, എന്റെ ഉള്ളിൽ വന്ന് അങ്ങ് വസിക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ He takes control of our lives. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. We need not say, oh, this problem has come, what shall I do? പിന്നീട് ഈ പ്രശ്നം എന്നെ തേടി വന്നിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും നമ്മൾ പറയേണ്ടതില്ല. But then when we cry out to God for God to come and live in us and take control of our lives, no problems will be greater than us. എന്നാൽ ദൈവം നമ്മിൽ വന്ന് വസിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ നിലവിളിക്കുമ്പോൾ ഒരു പ്രശ്നവും നമുക്കുണ്ടാകുകയില്ല. Because the Lord who lives in us is greater than the one who is living in this world. കാരണം നമ്മിൽ വസിക്കുന്ന ദൈവം ഈ ലോകത്തിൽ വസിക്കുന്നവനേക്കാൾ വലിയവനാണ്. The Lord who lives in us will turn all our sorrows into joy. നമ്മിൽ വസിക്കുന്ന ദൈവം നമ്മുടെ സകല ദുഃഖത്തെയും സന്തോഷമാക്കി മാറ്റും. Everything will be turned upside down. സകല കാര്യങ്ങളും തല കീഴായി മാറും. The Lord who comes lives in us in the form of a spirit. ആത്മാവിന്റെ രൂപത്തിൽ നമ്മിൽ വന്ന് വാസം ചെയ്യുന്ന സർവശക്തനായ ദൈവം, The Lord, the Spirit comes and lives in us. He delivers us from all our troubles. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വന്ന് വസിക്കുന്നു, സകല പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. That's why the Bible says where the Spirit of the Lord is, there is deliverance. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നത്. Yes, when the Lord delivers us, it will be complete. അതെ, ദൈവം നമ്മെ വിടുവിക്കുമ്പോൾ അത് പരിപൂർണമായിരിക്കും. When this deliverance comes, we glorify God. ഈ വിടുതൽ നമ്മെ തേടി വരുമ്പോൾ നമ്മൾ ദൈവത്തെ We മഹത്വീകരിക്കും. rejoice over the presence of God that is in us. നമ്മിലുള്ള ദൈവ സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. Then we know that God is living in us. അപ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയും. So let us choose God today. ആകയാൽ ഇന്ന് നമുക്ക് ദൈവത്തെ തിരഞ്ഞെടുക്കാം. Mary chose God and she sat at the feet of Jesus. മറിയ ദൈവത്തെ തിരഞ്ഞെടുത്തു, യേശുവിന്റെ കാൽക്കലിരുന്ന് വചനം And കേട്ടു. so Jesus said, Mary has chosen a good part that can never be taken away from her. ആകയാൽ യേശു പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അത് അവളിൽ നിന്ന് അപഹരിക്കില്ല. Once we choose God and allow God to come into ഒരിക്കൽ us, നാം ദൈവത്തെ തിരഞ്ഞെടുത്താൽ നമ്മിൽ വന്ന് വസിക്കുവാൻ ദൈവത്തിന് അനുവാദം നൽകിയ the Lord will not take this good part away from us. ദൈവം നമ്മിൽ നിന്ന് നല്ല അംശം ഒരിക്കലും എടുത്തു മാറ്റില്ല. He stays inside us forever. ദൈവം എന്നേക്കും നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യും.
He gives us eternal life ദൈവം നമുക്ക് നിത്യമായ ജീവിതം നൽകും, so that we can inherit heaven. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വർഗം അവകാശമാക്കാനാകും. More than we say, Lord, you are my inheritance. കർത്താവേ, അങ്ങന്റെ അവകാശമാകുന്നു എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി God says, you are my inheritance. നമ്മുടെ ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ അവകാശമാണ്, You are my treasured possession. നിങ്ങൾ എന്റെ നിക്ഷേപമാണ്, വിശുദ്ധ വംശമാണ്, I am your God. ഞാൻ നിങ്ങളുടെ ദൈവമാണ്, And you are my child, says the Lord. നിങ്ങൾ എന്റെ പൈതലാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. What a blessing it is for God to come and live in us, isn't ദൈവം it? വന്ന് നമ്മിൽ വസിക്കുക എന്നാൽ എത്ര മഹത്തായ ഒരു അനുഗ്രഹമാണ്. Even today, the Lord will deliver you out of all your problems. ഇന്നും സകല പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും, മോചിപ്പിക്കും. One side, God will deliver us, the other side, He'll give us the reward, the inheritance for us to continue to enjoy life. ഒരു ഭാഗത്ത് ദൈവം നമ്മെ വിടുവിക്കും, മറുഭാഗത്ത് ജീവിതം ആസ്വദിക്കുന്നതിനു വേണ്ടി ദൈവം നമുക്ക് അവകാശം നൽകും. My friend, today give your life into the hands of Jesus. എന്റെ സ്നേഹിത, ഇന്ന് നിങ്ങളുടെ ജീവിതം യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. Yes, as you surrender to Him, അതെ, നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ He will release you from all your bondages. നിങ്ങളുടെ സകല ബന്ധനങ്ങളിൽ നിന്നും യേശുക്രിസ്തു നിങ്ങളെ He വിടുവിക്കും. has said, you shall know the truth and the truth will set you യേശു free. പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. The scripture says Jesus Christ is the truth. തിരുവെഴുത്ത് പറയുന്നു, യേശുക്രിസ്തുവാണ് സത്യമെന്ന്. Why He is able to set us free? യേശുവിന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ട്? It's because God took the form of a man called Jesus and became a servant, a bond servant. അതിന് കാരണം ദൈവം യേശു എന്ന പേരിൽ ഒരു മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു, ജന്മനാൽ ദാസരൂപമെടുത്തു, A slave. ഒരു അടിമയുടെ രൂപമെടുത്തു. He subjected Himself to the wicked people, യേശുക്രിസ്തു തന്നെ താൻ ദുഷ്ട മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി, not to authorities and just people, അധികാരങ്ങൾക്കും നീതിമാന്മാരായ മനുഷ്യർക്കുമല്ല, but the people who were wicked, who were ruling. എന്നാൽ ഭരണരംഗത്തുള്ള ദുഷ്ടന്മാർക്കാണ് യേശു തന്നെ താൻ And കീഴടക്കിയത്. He allowed Himself to be surrendered to death on the cross for no sin of His. കൂടാതെ യേശുക്രിസ്തു ഒരു പാപവും ചെയ്തിരുന്നില്ല, എന്നിട്ടും ക്രൂശിലെ മരണത്തിനെ യേശുക്രിസ്തു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. Because He wanted to carry every one of our sins and the punishment for our wickedness, the punishment for the wickedness of the people of nations upon Himself. കാരണം നമ്മുടെ സകല പാപങ്ങളും നമ്മുടെ സകല ദുഷ്ടതയും ലോകത്തിന്റെ സകല ദുഷ്ടതയും തന്റെ മേൽ വഹിക്കുവാൻ യേശു ആഗ്രഹിച്ചിരുന്നു. He became a slave. യേശുക്രിസ്തു ദാസരൂപമെടുത്തു, ഒരു അടിമയായി And തീർന്നു. through that, He bore all the punishment of our sins. അതിലൂടെ നമ്മുടെ പാപത്തിന്റെ സകല ശിക്ഷകളും യേശു തന്റെ മേൽ ഏറ്റുവാങ്ങി. But then He rose upon the third day. എന്നാൽ മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. He died for our sins on the cross as a slave. ഒരു അടിമയെ പോലെ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്കായി യേശു മരണം വരിച്ചു. But He rose up as the master over life, as God on the third എന്നാൽ day. മൂന്നാം ദിവസം ദൈവം എന്ന നിലയിൽ ജീവിതത്തിന്റെ യജമാനനായി യേശു ഉയർത്തെഴുന്നേറ്റു. He rose up from the dead. യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. He is alive. യേശു ഇന്നും ജീവിക്കുന്നു. Today He is a master. ഇന്ന് യേശു യജമാനനാകുന്നു. He is God യേശു and ദൈവമാകുന്നു. has the power to deliver you from your bondage of sin and slavery to wicked things. ഇന്ന് പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും സകല ദുഷ്ടതയിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാനുള്ള ശക്തി യേശുക്രിസ്തുവിനുണ്ട്. At the same time, He has the power to deliver you from the wickedness of the world, wicked people of the world, wicked powers of the world, and to give you every blessing to richly enjoy in this world which He has for you. അതേസമയം ലോകത്തിന്റെ ദുഷ്ടതയിൽ നിന്നും ദുഷ്ട മനുഷ്യരിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാനും നിങ്ങൾക്ക് സകലതും ധാരാളമായി അനുഭവിപ്പാൻ നൽകുവാനും യേശുവിന് Do not അധികാരമുണ്ട്. be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. Come to Jesus. യേശുവിന്റെ അടുക്കൽ വരൂ. He will deliver you from your slavery.
യേശു നിങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. He will set you free യേശു നിങ്ങളെ സ്വതന്ത്രരാക്കും. and make you enjoy every good blessing which He has for you. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ആസ്വദിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. It's not the blessing that a man gives അത് മനുഷ്യൻ നൽകുന്ന അനുഗ്രഹങ്ങളല്ല, or the powers of authority give അല്ലെങ്കിൽ ലോകത്തിലെ അധികാര സ്ഥാനങ്ങൾ നൽകുന്ന അനുഗ്രഹങ്ങളല്ല, or even the law that gives. അല്ലെങ്കിൽ നിയമം നൽകുന്ന അനുഗ്രഹങ്ങളല്ല. It is the blessing that comes from your heavenly Father which you can enjoy in this ഈ world. അനുഗ്രഹങ്ങൾ സ്വർഗീയ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നവയാണ്. നിങ്ങൾക്കത് ആസ്വദിക്കുവാൻ കഴിയും. God wants you to have the freedom to enjoy God's blessings in this world. ഈ ലോകത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകണമെന്ന് ദൈവം In ആഗ്രഹിക്കുന്നു. the midst of the tribulations of the world, God's blessings will make you rich. ലോകത്തിലെ കഷ്ടതകൾക്ക് മധ്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ സമ്പന്നരാക്കും. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. Come to receive freedom through Jesus Christ. യേശുക്രിസ്തു മുഖാന്തരം സ്വാതന്ത്ര്യം നേടുവാൻ നിങ്ങൾ മുന്നോട്ട് വരുവിൻ. Along with the freedom in your spirit to have Him as a Father, you will have every blessing in the world that God has യേശുവിനെ for you. പിതാവായി സ്വീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആത്മാവിൽ ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് സകല അനുഗ്രഹങ്ങളും ലഭ്യമാകും. Job, ജോലി എന്ന അനുഗ്രഹവും finances, സമ്പത്തും health, ആരോഗ്യവും family blessing, കുടുംബാനുഗ്രഹങ്ങളും wisdom, ജ്ഞാനവും accomplishments, നേട്ടങ്ങളും promotions, ജോലിയിൽ പ്രമോഷനും great name, വലിയ പേരും and more than everything, hearing the voice of God, എല്ലാറ്റിനും ഉപരിയായി ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനും കഴിയും. being a blessing to others. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീർന്നുകൊണ്ട് Everyone will honor you എല്ലാവരും നിങ്ങളെ മാനിക്കും. because you will not only be blessed, you will also be a blessing. കാരണം നിങ്ങൾ അനുഗ്രഹീതരാകുക മാത്രമല്ല, നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. This year, the Lord showed me this blessing for the nation. ഈ വർഷം രാജ്യത്തിനു വേണ്ടി ദൈവം ഈ അനുഗ്രഹമാണ് എനിക്ക് കാണിച്ചു തന്നത്. In Jeremiah 24 and verse 6 and 7. ഇരമ്യാവ് 24:6-7 എന്നീ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. My eyes will watch over them for their good. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെക്കും. So God's eyes will come upon everyone. ആകയാൽ ദൈവത്തിന്റെ ദൃഷ്ടി എല്ലാവരുടെ മേലും വരും. Then only goodness will come to everybody. എന്നാൽ മാത്രമേ എല്ലാവർക്കും നന്മ ലഭിക്കുകയുള്ളൂ. And everyone should recognize that God's eyes are upon ദൈവം തങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയണം. and live a life pleasing to Him. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം എല്ലാവരും Then നയിക്കണം. all the goodness will come upon the people of the nation. അപ്പോൾ ദേശത്തിലെ ജനങ്ങളുടെ മേൽ എല്ലാ നന്മകളും ചൊരിയപ്പെടും. And I will bring them back to this land. ഞാൻ അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. I will build them up and not tear them down. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളകയില്ല. I will plant them and not uproot them. ഞാൻ അവരെ നടും, പറിച്ചു കളകയുമില്ല. God says, I will build them up, I will plant them, and I will not allow them to be torn down or allow them to be uprooted from the world. ദൈവം പറയുന്നു, ഞാൻ അവരെ പണിയും, പൊളിച്ചു കളകയില്ല, അവരെ നടും, പറിച്ചു കളകയുമില്ല, ലോകത്തിൽ നിന്ന് അവർ പറിച്ചു കളയപ്പെടുകയില്ല. Today we see so many suffering with financial ഇന്ന് problems. നിരവധി പേർ സാമ്പത്തിക പ്രയാസങ്ങളാൽ ക്ലേശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. Suffering because of the financial problems in the family. കുടുംബത്തിലെ സാമ്പത്തിക പ്രയാസങ്ങൾ നിമിത്തം ഇന്ന് അനേകർ കഷ്ടപ്പെടുകയാണ്. Divisions in the family because of that. കുടുംബത്തിലെ വിഭാഗീയ ചിന്താഗതികൾ നിമിത്തവും And many wickedness going on because there is not enough financial കൂടാതെ sustenance. കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതിനാൽ പല ദുഷ്ടതകളും നടന്നുകൊണ്ടിരിക്കുന്നു. And all because of the COVID-19 situation. ഇതിനെല്ലാം കാരണം കോവിഡ് നിമിത്തമുണ്ടായ സാഹചര്യങ്ങളാണ്. The sicknesses രോഗങ്ങൾ നിമിത്തം ജനങ്ങൾ ഭാരപ്പെടുന്നു. and the bondages. അതുപോലെ ബന്ധനങ്ങൾ നിമിത്തവും And children are not able to study freely. കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടെ പഠിക്കുവാൻ കഴിയുന്നില്ല. And the fear of the future is haunting millions. ഭാവിയെക്കുറിച്ചുള്ള ഭയം അനേകരെ അലട്ടുന്നു. Businesses are എല്ലാ struggling. ബിസിനസ്സുകളും പ്രതിസന്ധിയിലാണ്. And there is divisions in the communities. Between people there is restlessness and hate. സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും പകയും വെറുപ്പും നിലനിൽക്കുന്നു. And children without security. കുട്ടികൾ സുരക്ഷിതത്വമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. But God says, എന്നാൽ ദൈവം പറയുന്നു,
I will not tear them down. ഞാൻ അവരെ പറിച്ചു കളകയില്ല. I will not uproot them. ഞാൻ അവരെ പിഴുതെറിയില്ല. I will come to them. ഞാൻ അവരുടെ അടുക്കൽ ചെല്ലും. And my eyes will watch over them for good. എന്റെ കണ്ണുകൾ നന്മയ്ക്കായി അവരുടെ മേൽ വെക്കും. I will build them up. ഞാൻ അവരെ പണിയും. And then he says finally, പിന്നീട് അവസാനമായി ദൈവം പറയുന്നു, I will give them a heart to know me, that I am the Lord. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. They will be my people, അവർ എനിക്ക് ജനമായും and I will be their God. ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. For they will return to me with all their heart. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. this is what should happen. അതെ, ഇതാണ് സംഭവിക്കേണ്ടത്. The people of our nation should have real independence, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കണം. not dependent on some authority of the world. അവർ ലോകത്തിലെ ഒരു അധികാരങ്ങളിലും ആശ്രയം വെക്കരുത്. They should be independent to receive God's blessings and live with God's peace around. അവർ സ്വാതന്ത്ര്യത്തോടെ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവസമാധാനത്തോടെ ജീവിക്കണം. And they should receive the Lord as their Savior. For അവർ that, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യണം. their eyes should open to see the one who sacrificed himself to deliver them from their ബന്ധനങ്ങളിൽ bondages. നിന്ന് അവരെ വിടുവിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി യാഗബലിയായി തീർന്ന ദൈവത്തെ കാണത്തക്കവണ്ണം അവരുടെ കണ്ണുകൾ തുറക്കപ്പെടണം. And this resurrected Lord Jesus has all the power to resurrect them from their slavery which they are going through and the bondages that they are going through. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അടിമത്വത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുവാൻ കഴിയും. Their eyes should be open to അവരുടെ Jesus. കണ്ണുകൾ യേശുവിങ്കിലേക്ക് തുറക്കപ്പെടണം. Then they can enjoy all the good in the land. അങ്ങനെയെങ്കിൽ അവർക്ക് ദേശത്തിലെ സകല നന്മയും It അനുഭവിക്കാനാകും. is God who gives the blessings. അനുഗ്രഹങ്ങൾ നൽകുന്നത് ദൈവമാകുന്നു. Shall we pray for this grace? ഈ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. If you are in bondage, return to Jesus and cry to him. നിങ്ങൾ ബന്ധനത്തിലാണെങ്കിൽ യേശുവിങ്കിലേക്ക് തിരിച്ചു വരൂ. യേശുവിനോട് നിലവിളിക്കൂ. Let him deliver you. യേശു നിങ്ങളെ വിടുവിക്കട്ടെ. Father, പിതാവേ, please open the eyes of the people of our nation to know you as God, as Lord. അങ്ങേ ദൈവമായും കർത്താവായും അറിയത്തക്കവണ്ണം ഞങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. Let them return to you, Lord Jesus. കർത്താവേ, അവർ അങ്ങിലേക്ക് തിരിച്ചു വരട്ടെ. Let them return to you. അവർ അങ്ങിലേക്ക് തിരിച്ചു വരട്ടെ. Let them cry to you, submitting themselves to you as their Father. അവർ തങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ച് പിതാവായ അങ്ങയോട് നിലവിളിക്കട്ടെ. Please open their eyes. ദയവായി അവരുടെ കണ്ണുകളെ തുറക്കണമേ. Please open their eyes to your love that you have showered on them through your sacrifice on the cross, Lord കർത്താവെ, Jesus. ക്രൂശിലെ യാഗബലിയിലൂടെ അങ്ങ് അവരുടെ മേൽ ചൊരിഞ്ഞ സ്നേഹത്തെ കാണത്തക്കവണ്ണം അവരുടെ കണ്ണുകളെ തുറക്കണമേ. In the name of Jesus, every demonic spirit which is binding their spirits and closing their spirits, we bind you and we command you to leave them in Jesus. അവരുടെ ആത്മാക്കളെ ബന്ധിച്ചിരിക്കുന്ന സകല ദുരാത്മാക്കളെയും ഞങ്ങൾ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ടു പോകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. You have put everyone in darkness. ദുരാത്മാക്കളെ നിങ്ങൾ എല്ലാവരെയും ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. There is no blessing. അവർക്കൊരു അനുഗ്രഹങ്ങളും പ്രാപിക്കാനാവുന്നില്ല. So much resources are around everyone, but they can't enjoy. എല്ലാവർക്കു ചുറ്റിലും ധാരാളം സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്, എന്നാൽ അവർക്കത് ആസ്വദിക്കാനാവുന്നില്ല. So much grace is given to everybody, but they cannot understand it and use it through the love of Jesus. എല്ലാവർക്കും ധാരാളം കൃപ നൽകപ്പെട്ടിരിക്കുന്നു, എന്നാൽ യേശുവിന്റെ സ്നേഹത്തിലൂടെ അത് മനസ്സിലാക്കുവാനോ ഉപയോഗിക്കുവാനോ Let അവർക്ക് them know the കഴിയുന്നില്ല. love Jesus has for them. അവരോടുള്ള യേശുവിന്റെ സ്നേഹത്തെ അവർ തിരിച്ചറിയട്ടെ. Let them look to you, Lord. അവർ അങ്ങിലേക്ക് നോക്കട്ടെ. Please open their eyes അവരുടെ കണ്ണുകളെ for തുറക്കണമേ. them to be free, അവർ വിടുതൽ പ്രാപിക്കേണ്ടതിന്, free from the devil, പിശാചിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിന്, free from the wicked ways. അതുപോലെ ദുഷ്ടവഴികളിൽ നിന്നും. Lord, cleanse them with your blood. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. Transform them അവരെ and രൂപാന്തരപ്പെടുത്തണമേ. give them the power to accomplish everything through your Spirit, Holy അങ്ങയുടെ Spirit. ആത്മാവിലൂടെ സകല നേട്ടങ്ങളും കരസ്ഥമാക്കുവാനുള്ള ശക്തി അവർക്ക് Let നൽകണമേ. them enjoy the abundance of God's blessing, Lord. അവർ ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധി ആസ്വദിച്ച് അനുഭവിക്കട്ടെ. Today we pray in one accord, open the eyes of our people, Lord, to know you.
അങ്ങയെ അറിയത്തക്കവണ്ണം ഞങ്ങളുടെ ജനത്തിന്റെ കണ്ണുകളെ തുറക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏക മനസ്സോടെ In പ്രാർത്ഥിക്കുന്നു. the name of Jesus, യേശുവിന്റെ നാമത്തിൽ let thy Holy Spirit reign supreme in the hearts and minds of everyone in our nation. ഞങ്ങളുടെ രാജ്യത്തെ എല്ലാവരുടെയും ഹൃദയത്തിലും മനസ്സിലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് വാഴട്ടെ. Let them know God, അവർ ദൈവത്തെ അറിയട്ടെ. know the love of God, അവർ ദൈവസ്നേഹം രുചിച്ചറിയട്ടെ. receive it, അവർ അത് and സ്വീകരിക്കട്ടെ. enjoy the blessings. അവർ അനുഗ്രഹങ്ങൾ ആസ്വദിക്കട്ടെ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ let there be salvation, അവരുടെ ജീവിതത്തിൽ രക്ഷ ഉണ്ടാകട്ടെ. healing, രോഗശാന്തി ഉണ്ടാകട്ടെ. financial blessings, സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. joy in the family, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ. and the power to be a blessing to others by caring for all people. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നതിനുള്ള അധികാരവും ശക്തിയും ഉണ്ടാകട്ടെ. We declare this grace ഈ upon കൃപ everyone, എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ and പ്രാർത്ഥിക്കുന്നു. help us to have a real celebration of the 75th Independence Day for our nation, India. 75ാം സ്വാതന്ത്ര്യദിനം യഥാർത്ഥത്തിൽ ആഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ let thy hand come upon our nation ദൈവത്തിന്റെ കരം ഞങ്ങളുടെ ദേശത്തിന്മേൽ വരട്ടെ. and the powers over this nation. ഈ രാജ്യത്തെ ശക്തികളുടെ മേലും ദൈവത്തിന്റെ കരം വരട്ടെ. Let your kingdom come. അങ്ങയുടെ രാജ്യം വരയണമേ. In Jesus' name, യേശുവിന്റെ നാമത്തിൽ amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Wish you a very blessed 75th Independence Day. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹീതമായ 75ാം സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു.